മേയറാണ് അതിൽ ഒന്നാം പ്രതിയായിരുന്നത്. അന്നത്തെ മേയറാണ് അങ്ങനെ ഒരു കത്ത് എഴുതിയതും എന്ന് നമുക്കെല്ലാം വ്യക്തമാണെങ്കിലും ആര്യാം രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം തയ്യാറാവില്ല. അത് നമുക്ക് സ്വാഭാവികം. തിരുവനന്തപുരം കോർപ്പറേഷൻ കോടിക്കണക്കിന് രൂപയിലെ SC വിഭാഗത്തിൻ്റെ ഫണ്ടുകൾ തട്ടിച്ചിട്ടുണ്ട്. 45 വർഷത്തെ കിരാത ഭരണമാണ് അവസാനിച്ചിരിക്കുന്നത്. ഈ കിരാത ഭരണം അവസാനിക്കാൻ തന്നെ ഏറ്റവും വലിയ കാരണം ഈ പറയുന്ന ആര്യ രാജേന്ദ്രനാണ്. ഈ ആര്യ രാജേന്ദ്രൻ്റെ 5 വർഷത്തെ ധാർഷ്ട്യവും അഴിമതിയും ധിക്കാരവും നിറഞ്ഞ നമ്മുടെ നഗരസഭയിലെ ഇല്ലാത്ത വാഹനങ്ങൾക്ക് 100 കണക്കിന് വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് എടുത്തു. അതിൻ്റെ മെയിൻ്റനൻസ് ചിലവെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ എഴുതിയെടുത്തു. പിൻവാതിൽ നിയമനങ്ങൾ കോർപ്പറേഷനിൽ നടന്നിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാം. ഞാൻ തന്നെ വിജിലൻസിനും ഹൈക്കോടതിയും സമീപിച്ച ഒരു കേസാണ്. നാളിതുവരെ ക്രൈംബ്രാഞ്ച് ആ കേസിന്മേൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. അപ്പോൾ പിന്നെ ആറ്റുവാൽ പൊങ്കാലയുടെ പേരിലുണ്ടായ തട്ടിപ്പ്, അങ്ങനെ നിരവധിയായ ക്രമക്കേട്, അഴിമതി, ഇതിനൊക്കെ നമസ്കാരം. ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP അധികാരത്തിൽ വന്നിരിക്കുകയാണ്. VV രാജ് മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. 50 നോട്ട് നേടി BJP അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ഇന്ന് തന്നെയാണ് മെഡിക്കൽ കോളേജിലെ മുൻ കൗൺസിലർ ശ്രീകുമാർ VV രാജിന് ഒരു പരാതി കൊടുത്തിരിക്കുകയാണ്. മുൻ മേയറായ ആര്യ രാജേന്ദ്രനെതിരെയാണ്. അതായത് പിൻവാതിൽ നിയമനം SC/ST ഫണ്ട് തട്ടിപ്പെന്ന് തന്നെയാണ്. നമസ്കാരം ശ്രീകുമാർ. ഇന്ന് തന്നെയാണ് ഈ മേയർ സത്യപ്രതിജ്ഞ നടന്ന ഈ ദിവസം തന്നെ പരാതി കൊടുക്കാൻ കാരണം എന്താണ്? തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള ഒരു പരാതി ആയതുകൊണ്ടാണ്. കഴിഞ്ഞ 5 വർഷക്കാലവും ഇത്തരം പരാതികൾ വന്നെങ്കിലും അന്വേഷിക്കാൻ അന്നത്തെ ആര്യാം രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം തയ്യാറാവില്ല. അത് നമുക്ക് സ്വാഭാവികം. പക്ഷേ പുതിയ ഒരു ഭരണ സംവിധാനം 45 വർഷത്തിന് ശേഷം LDF അല്ലാതെയുള്ള ഒരു മേയർ വരുന്ന സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ കാലത്തെ അഴിമതികൾ അന്വേഷിക്കേണ്ടതും കർശന നടപടി സ്വീകരിക്കേണ്ടതുമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം 100 കണക്കിന് പിൻവാതിൽ നിയമനങ്ങൾ കോർപ്പറേഷനിൽ നടന്നിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാം. ഞാൻ തന്നെ വിജിലൻസിനും ഹൈക്കോടതിയും സമീപിച്ച ഒരു കേസാണ് കത്ത് വിവാദം. 271 ജീവനക്കാരെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് തരണമെന്നാവശ്യപ്പെട്ട് പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ കത്ത് അന്ന് UDFൻ്റെയും മറ്റ് പ്രതിപക്ഷ കക്ഷികളിലേക്ക് നേതൃത്വത്തിൽ 56 ദിവസത്തോളം സമരം. ആ സമരം ഒത്തുതീർപ്പായില്ലായിരുന്നു ലാസ്റ്റ്. ആ സമരം എങ്ങനെ ഒത്തുതീർപ്പാവും? അത് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് നടപടി സ്വീകരിക്കാം എന്നുള്ള ധാരണയിലാണ് അത് അവസാനിക്കും. ആ കത്തുവാദം ഉണ്ടാകുന്നതിൻ്റെ ഒരു മുഖ്യ കാരണക്കാരനായ അന്നത്തെ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജിവെക്കുകയും ചെയ്തു. അങ്ങനെയാണ് സമരം അവസാനിപ്പിച്ചത്. പക്ഷേ നാളിതുവരെ ക്രൈംബ്രാഞ്ച് ആ കേസിന്മേൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. അതിൽ പ്രതികളെ കണ്ടെത്തിയില്ല. അതിൽ കുറ്റക്കാരാരൊക്കെയാണെന്ന് കണ്ടെത്തുവാനുള്ള ആ ഭരണത്തിൻ്റെ സ്വാധീനം കൊണ്ട്, മേയറുടെ അധികാരത്തിൻ്റെ സ്വാധീനം കൊണ്ട് മേയറാണ് അതിൽ ഒന്നാം പ്രതിയായിരുന്നത്. അന്നത്തെ മേയറാണ് അങ്ങനെ ഒരു കത്ത് എഴുതിയതും എന്ന് നമുക്കെല്ലാം വ്യക്തമാണെങ്കിലും തെളിവില്ല എന്ന് പറഞ്ഞു. തെളിവുണ്ടാവണമെങ്കിൽ അവിടുത്തെ കമ്പ്യൂട്ടർ പരിശോധിക്കണം, അവിടുത്തെ ഹാർഡ് ഡിസ്കുകൾ കൊണ്ടുപോയി പരിശോധന നടത്താം. ഇതൊന്നും നടത്താതെ അന്ന് മേയറെ രക്ഷപ്പെടുത്താൻ എല്ലാ അധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവർ എല്ലാ സംവിധാനങ്ങളെ ദുരുപയോഗിച്ചുകൊണ്ട് നടപടികൾ സ്വീകരിച്ചു. അതിൻ്റെ ഫലമായിട്ട് അതിൽ നടപടി ഉണ്ടായില്ല. ഇപ്പോൾ പുതിയൊരു മേയർ വന്നിരിക്കുകയാണ്. LDF അല്ലാതെ ഒരാൾ മേയറായി വരുമ്പോൾ അയാൾ ഏത് രാഷ്ട്രീയ കക്ഷിയിലും ഉള്ള ആളാവട്ടെ, പക്ഷേ അന്നത്തെ അഴിമതികൾ, അതുമാത്രവുമല്ല മറ്റെല്ലാ അഴിമതികൾ, അത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് VV രാജേഷ് മേയറായ ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പരാതി കൊടുക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മേയറെ കണ്ട് ഇന്ന് തന്നെ ആ പരാതി കൊടുത്തു. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള പരാതിയല്ലേ, അത് അന്വേഷിക്കാമെന്നാണ് ബഹുമാനപ്പെട്ട മേയർ എന്നോട് പറഞ്ഞത്. ഞാൻ അതിനകത്ത് പറയുന്ന മറ്റു കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ കോടിക്കണക്കിന് രൂപയിലെ SC വിഭാഗത്തിൻ്റെ ഫണ്ടുകൾ തട്ടിച്ചിട്ടുണ്ട്. അത് ഒറ്റ കേസല്ല, നിരവധി ഘട്ടങ്ങളായി ഫണ്ടുകൾ തട്ടിച്ച ഉദ്യോഗസ്ഥരും പുറത്തുള്ളവരും എല്ലാവരും കൂടി ചേർന്ന് പല ഘട്ടങ്ങൾ, അതിൽ ഒരു കേസിൽ മാത്രമേ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി കേസുകളിൽ അവിടെ ജീവനക്കാരെയോ മറ്റുള്ള ആൾക്കാരെയോ യഥാർത്ഥ ചോദ്യം ചെയ്യാൻ പോലും അന്ന് പോലീസോ അതിൻ്റെ സംവിധാനങ്ങളോ തയ്യാറായിട്ടില്ല. അപ്പോൾ ആ ഉദ്യോഗസ്ഥരൊക്കെ ഇന്നും അവിടെ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അതിൽ ആവശ്യപ്പെടുന്നത് SC ഫണ്ട് വിവിധ ആനുകൂല്യങ്ങൾ, വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള എൻ്റെ അറിവിൽ ഞാനൊരു പാവപ്പെട്ട പേഷ്യൻറ്റിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ചികിത്സാ ധനസഹായത്തിന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളിന് SC ഫണ്ടിലുള്ള ചികിത്സാ സഹായത്തിന് അപേക്ഷ കൊടുത്തു. അവർക്ക് 30,000 രൂപ അനുവദിച്ചു. പക്ഷേ അവരുടെ അക്കൗണ്ടിൽ വന്നത് 3,000 രൂപ മാത്രം. ബാക്കി 27,000 രൂപയും ഈ ഇടയ്ക്കിടയ്ക്ക് നിന്ന ഉദ്യോഗസ്ഥർ തട്ടിയെടുക്കുകയായിരുന്നു. അപ്പോൾ ആ തരത്തിൽ 100 കണക്കിന് ആൾക്കാർ 5 വർഷക്കാലവും നടന്ന കാര്യമാണ്. അപ്പോൾ ഈ 100 കണക്കിന് ആൾക്കാരിൽ തട്ടിയെടുത്ത പണം ഇന്നും
ആ പാവപ്പെട്ട രോഗികളുടെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല. 30,000 രൂപയുടെ സ്ഥാനത്ത് 3,000 രൂപ മാത്രം കിട്ടി. അതുപോലെ 100 കണക്കിന് പേർ. അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മേയറിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എത്ര ആൾക്കാർക്കാണ് ഈ ആനുകൂല്യം നഷ്ടമായത് എന്നുള്ള ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം, പൊതുസമൂഹത്തിന് അറിയണം. ഞാൻ ഇതിനെ സംബന്ധിച്ച് SC കമ്മീഷനും പരാതി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒച്ചിഴയുന്ന വേഗത്തിലാണ്. അപ്പോൾ ഇത് അടിയന്തരമായി ഈ കുറ്റക്കാരെ കണ്ടെത്താനും അർഹതപ്പെട്ടവർക്ക് ആ ആനുകൂല്യം പൂർണ്ണമായും ലഭ്യമാക്കുവാനും നിലവിലെ ഭരണസമിതി മുൻകൈ എടുക്കണം എന്നുള്ളതാണ് ഞാൻ അതിലാവശ്യപ്പെട്ട മറ്റൊരു കാര്യം. പിന്നെ ഒന്ന് പറയുന്നത്, നമ്മുടെ നഗരസഭയിലെ ഇല്ലാത്ത വാഹനങ്ങൾക്ക് 100 കണക്കിന് വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് എടുത്തു. അതിൻ്റെ മെയിൻ്റനൻസ് ചിലവെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ എഴുതിയെടുത്തു. അപ്പോൾ ഇവിടെ എത്ര വാഹനങ്ങളുണ്ട് എന്ന് ഇന്നും കൃത്യമായി കണക്കില്ല. അപ്പോൾ എത്ര വാഹനങ്ങൾ ഉണ്ട് എന്ന് കൃത്യമായി കണ്ടെത്തി ഇല്ലാത്ത വാഹനങ്ങളുടെ പേരിൽ ഇൻഷുറൻസും മെയിൻ്റനൻസിൻ്റെ പണിക്കുള്ള പണവും തട്ടിയെടുത്ത് അതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണം. കുറ്റക്കാരായിട്ടുള്ളവർ ഈ നഗരസഭയിലെ നിരവധിയായ ജീവനക്കാരാണ്. ഈ ജീവനക്കാരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷാ നടപടി സ്വീകരിക്കണം. ഇവരെല്ലാം പാർട്ടിയുടെ CPMൻ്റെ പിന്തുണയോടുകൂടി ഒരിക്കലും പിടിക്കപ്പെടാത്ത ഒരവസ്ഥയെ 45 വർഷത്തെ കിരാത ഭരണമാണ് അവസാനിച്ചിരിക്കുന്നത്. ഈ കിരാത ഭരണം അവസാനിക്കാൻ തന്നെ ഏറ്റവും വലിയ കാരണം ഈ പറയുന്ന ആര്യ രാജേന്ദ്രനാണ്. ഈ ആര്യ രാജേന്ദ്രൻ്റെ 5 വർഷത്തെ ധാർഷ്ട്യവും അഴിമതിയും ധിക്കാരവും നിറഞ്ഞ ഭരണം, അതിൻ്റെ ആനുകൂല്യം കോൺഗ്രസ്സിന് കിട്ടിയിട്ടുണ്ട്. ഇവർക്കെതിരെയുള്ള ജനവികാരം കോൺഗ്രസ്സിന് വോട്ടായി മാറി. നിലവിലെ അവസ്ഥയിൽ നിന്നും ഇരട്ടിയോട്ട് കോൺഗ്രസും കൗൺസിലർമാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കൂടുതൽ ഗുണം കിട്ടിയത് BJPക്കാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഞങ്ങൾ പറയുന്നത് ഈ അഴിമതിക്കാരെയും കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും കർശനമായി കണ്ടെത്തി നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ പരാതി എന്ന് പറയും. ഞാനിത് രാഷ്ട്രീയമായിട്ടുള്ള പരാതിയല്ല, ഇത് പൊതുസമൂഹത്തിന് വേണ്ടിയുള്ള പരാതിയാണ്. ഞാനൊരു വ്യക്തി എന്ന നിലയ്ക്ക്, മുൻ കൗൺസിലർ എന്ന നിലയ്ക്കാണ് ഞാൻ ബഹുമാനപ്പെട്ട മേയറെ കണ്ടതും പരാതി നൽകുന്നു. ഞാൻ അന്ന് ഈ പരാതിയൊക്കെ ഹൈക്കോടതി സമീപിച്ചത് വിജിലൻസ് കോടതിയെ വിജിലൻസിനെ സമീപിച്ചത് വ്യക്തിപരമായിട്ടാണ്. ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ ഈ കേസ് അന്ന് മുതൽ ഇന്ന് വരെയും ഇതിൻ്റെ പിന്നാലെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ പിന്നെ ആറ്റുവാൽ പൊങ്കാലയുടെ പേരിലുണ്ടായ തട്ടിപ്പ്, അങ്ങനെ നിരവധിയായ ക്രമക്കേട്, അഴിമതി, ഇതിനൊക്കെ പുതുതായി വന്ന ഒരു ഭരണസമിതിക്ക് എത്രയും വേഗം ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ മേയറെ കണ്ടതും പരാതി നൽകുകയും ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു അഴിമതിക്കെതിരെ, ക്രമക്കേടുകൾക്കെതിരെ അതിലെ കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കും, പൊതുസമൂഹത്തിന് ബോധ്യം വരുന്ന തരത്തിൽ ഒരു നടപടി സ്വീകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുൻ കൗൺസിലർ ശ്രീകുമാർ നൽകിയ പരാതി മേയർ VV രാജ് എന്ത് നടപടി എടുത്തു വരുന്ന ദിവസം എന്നറിയാം. ക്യാമറമാൻ ശരദിനൊപ്പം റിപ്പോർട്ടർ അഭിലാഷ്.